ഇന്ന് നമുക്ക് ടേസ്റ്റുള്ളൊരു ചിക്കൻ കറി റെഡിയാക്കിയാലോ. അതിനായി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പിലയും ഒരു ഉള്ളിയും മുറിച്ചതും ഇട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റാം. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കണം. ആ വഴറ്റുന്ന സമയത്ത് തന്നെ നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇതുപോലെ ബ്രൗൺ കളറായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്തിട്ട് ഒന്ന് തക്കാളി നന്നായി വെന്തതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം അടിച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതേസമയം നമുക്ക് വേറൊരു പാനിലേക്ക് അതായത് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അത് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇടുന്നുണ്ട് ഞാൻ. അതും കൂടി ഇട്ടിട്ട് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കൻ തന്നെ വെള്ളം വറുത്ത് വെച്ച തേങ്ങയും കുരുമുളകും കൂടി അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ജീരകം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നല്ലോണം അരച്ചതിന് ശേഷം നമുക്ക് ഈ വെന്ത ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. നമ്മൾ എന്താ വെച്ചാൽ ഓൾറെഡി വെന്ത ചിക്കനല്ലേ. അതിലേക്ക് പിന്നെ ഏറ്റവും അവസാനം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. പിന്നെ അവസാനം ചെറിയ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.